പിന്നെ 1988 ആകുമ്പോഴേക്കും നമുക്ക് മലയാളം ദൂരദർശൻ വന്നു. ആദ്യത്തെ ടെലികാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നമുക്ക് കോഴിക്കോട് നിന്ന് കുറച്ച് പേരെ വിളിച്ചു. അപ്പോൾ കുറച്ചൊരു പാട്ടുകാരൊക്കെ ഞങ്ങൾ ഇവിടുന്ന് വന്നിരുന്നു. അന്ന് നബിദിനമായതുകൊണ്ട് നബിദിനത്തിൻ്റെ സ്പെഷ്യൽ സോങ്സ് ആയിരുന്നു ഞങ്ങൾ അവിടെ പാടിയത്. അപ്പോൾ ആദ്യത്തെ മലയാളം ടെലികാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ആവേശമാണല്ലോ. അയ്യോ, അതുവരെ ഹിന്ദിയല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പാടാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു, പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു. പക്ഷെ അത് ടെലികാസ്റ്റ് ചെയ്ത ദിവസം എൻ്റെ പാട്ട് മാത്രമില്ല, ബാക്കി എല്ലാവരുടെ പാട്ടും ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര നിരാശയായിപ്പോയി. കാരണം ഏറ്റവും നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നതാണ് മലയാളത്തിന്റെ ഒരു പ്രോഗ്രാം. അപ്പൊ അന്ന് ഉണ്ടായിട്ടില്ല. ഏത് പാട്ടായിരുന്നു അതാണ് നബിദിനത്തിന്റെ പാട്ടുകളായിരുന്നു ഉണ്ടായത്. അല്ല, മാപ്പിളപ്പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഏത് പാട്ടാണ്? എന്താ പറയാ, മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങളാണ് അതിൻ്റെ അകത്ത്. എന്തായാലും ഒരു ഫാസ്റ്റ് നമ്പർ. പൊട്ടിച്ചിരിക്കുമ്പോൾ വളകൾ കിളുങ്ങുന്നോൾ എന്തിനാണീ സ്വർണ്ണവളകൾ, പൊന്നായ പൊന്നൊക്കെ തോൽക്കുന്ന പൂമേനിക്ക് എന്തിനാണീ സ്വർണ്ണവളകൾ, പൂമീൻ പായണ കണ്ണിൽ കനവിൻ പൂത്തിരി കത്തിച്ചഴകിൻ കതിരെ, പൂമീൻ പായണ കണ്ണിൽ കനവിൻ പൂത്തിരി കത്തിച്ച കതിരെ, എന്തിനാണീ നീല കണ്ണിൽ സുറുമാ സുറുമാ, എന്താ നിന്നുടെ പൂങ്കവിളിൽ ഒരു പൊലിമാ പൊലിമാ, പെണ്ണേ നിന്നുടെ വേനിക്കെന്തൊരു തെളിമാ തെളിമാ, മധുവുണ്ണാനെത്തും മാരൻ നൽകും പുതുമാ പുതുമാ, എന്തിനാണീ നീല കണ്ണിൽ സുറുമാ സുറുമാ, എന്താ നിന്നുടെ പൂങ്കവിളിൽ ഒരു പൊലിമാ പൊലിമാ.